കലുങ്ക് സംവാദത്തിനിടയിൽ നാക്കുപിഴ വന്നതിന്റെ ദുഃഖം ബഹുമാന്യ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പാർലമെന്റിലടക്കം അതിവൈകാരികനായി പണ്ട് മറന്നുവെച്ച ഭരചന്ദ്രൻ IPSന്റെ കുപ്പായം എടുത്തണിഞ്ഞതിന്റെ പേരിൽ സുരേഷ് ഗോപി കേട്ട പടിക്കും വിമർശനങ്ങൾക്കും കയ്യും കടക്കുമില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ മൗനം വിദ്വാനുഭൂഷണം എന്ന നിലപാടിനെ ഏറെ നാൾ പിന്തുടർന്ന് നാട്ടിലെത്തിയ സുരേഷ് ഗോപിയെ റെയിൽവേ സ്റ്റേഷനിൽ വരവേറ്റത് പൂമാലകളും ജയ്വിളികളും മാത്രമായിരുന്നില്ല. പ്രതിഷേധത്തിന്റെ പല്ലിഞ്ഞെരുപ്പുകൾ മുദ്രാവാക്യങ്ങളുടെ രൂപത്തിൽ റബ്ബറിൻ ഖായികൾ പോലെ വീണുപൊട്ടിയ പ്ലാറ്റ്ഫോമിലും സുരേഷ് ഗോപി മൗനത്തിന്റെ ചുവടുകളെ തന്നെ ഒപ്പം കൂട്ടി. എന്നിട്ടും വിടാതെ പിന്തുടർന്ന മാധ്യമങ്ങളോട് ഇനിയും ഉപദ്രവിച്ചു മതിയായില്ലേ എന്ന ധിക്കാരത്തിന്റെ കൂരമ്പ് തന്നെ നീട്ടി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കണോ വേണ്ടിയോ എന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും അല്ല ജനപ്രതിനിധികളിൽ നിന്നും ജനങ്ങൾ മറുപടി അർഹിക്കുന്നുണ്ട് എന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ വാദപ്രതിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു. എന്നിട്ടും ഉള്ളിൽ കയറിക്കൂടിയ ഭരചന്ദ്രൻ IPSന്റെ പ്രേതം സുരേഷ് ഗോപിയെ വിട്ടുപോയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായി മാറുകയായിരുന്നു മൊത്തമായങ്കെടുത്ത തൃശൂരിന്റെ കലുങ്കുകളിൽ സുരേഷ് ഗോപി നടത്തിയ സൗഹൃദ സംവാദ സദസ്സുകൾ. കരുവന്നൂരിലെ ബാങ്ക് നിക്ഷേപം തിരികെ കിട്ടാൻ സഹായം തേടിയ വയോധികയോട് എന്റെ നെഞ്ചത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ വാക്പിഴ മാധ്യമങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ അന്തിച്ചർച്ചകൾക്ക് വഴിതെളിച്ചു. തൊട്ടുപിറകെ ട്രോളന്മാർ സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്ക് പൊങ്കാലയുമായി എത്തി. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് സഹായം ചോദിച്ചുവന്ന കൊച്ചുവേലായുധന്റെ അപേക്ഷ നിരസിച്ച സംഭവം ചെറിയ കോളിളക്കമൊന്നുമല്ല സൃഷ്ടിച്ചത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൊച്ചുവേലായുധന് വീട് പണിയുവാനുള്ള സഹായവുമായി എത്തിയപ്പോൾ കയ്യബദ്ധം പറ്റിയതാണെന്ന ഒരു കുംഭസാരത്തിന്റെ സ്വഭാവമുള്ള മാപ്പപേക്ഷയുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. എങ്കിലും ഞാൻ കാരണം ഒരാൾക്ക് വീട് കിട്ടിയല്ലോ എന്ന ഹാസ്യാത്മകമായ സുരേഷിന്റെ വിമർശനം CPMന് അന്നത്ര രസിച്ചിരുന്നില്ല. ഒരാളുടെ കട മാത്രം എഴുതിത്തള്ളാമെന്ന നിലപാടിൽ കരുവന്നൂർ ബാങ്കുകാരും രംഗത്തെത്തിയപ്പോൾ സുരേഷ് ഗോപി വീണ്ടും വാക്പിഴയുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടാകണം. സിനിമയെ ഉപേക്ഷിക്കാൻ സൗകര്യമില്ലെന്നും കലുങ്ക് സൗഹൃദ സംവാദം നിർത്താൻ നോക്കേണ്ടെന്നും അവിടെയും ഇവിടെയും തെന്നിയും തെറിച്ചും കിടക്കുന്ന ചില കൈപ്പിഴകളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ തീഗോളം കെടുത്താമെന്ന് ഒരുത്തരും കരുതേണ്ട എന്നും സുരേഷ് ഗോപി പിന്നെയും തുറന്നടിച്ചു. അവസാനമായി സുരേഷ് ഗോപി നടത്തിയ നപുംസകം പ്രയോഗം നേതൃത്വത്തെയും അങ്കലാപ്പിലാക്കി. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റുമായി വന്നാൽ അവന്റെയൊക്കെ മുഖത്തേക്ക് എറിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രജാരാജ പരമാർശം എന്തോ ഭാഗ്യനിമിത്തം അധികം വിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടിയില്ല. തുടർന്ന് സ്വന്തം പാർട്ടിയിൽ നിന്നും കടുത്ത എതിർപ്പുകളാണ് സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നത്. കലുങ്ക് സംവാദം അകാല ചരമം പ്രാപിക്കുമെന്ന് പോലുമുള്ള വാർത്തകൾ നമ്മൾ കേട്ടതുമാണ്. ഇപ്പോൾ തന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലിസിന്റെ വാൾ പോലെ തൂങ്ങി നിൽക്കുന്ന കലുങ്ക് ചർച്ചയ്ക്കെതിരെയായ പ്രചാരണത്തിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. പൂച്ചാണ്ടി കാണിച്ച് തന്നെ പേടിപ്പിക്കേണ്ടെന്നും തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ടു പോകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കലുങ്ക് ചർച്ചകളിൽ ജനാധിപത്യത്തിന്റെ നൈർമല്യമുണ്ടെന്നും പ്രജ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നും പ്രജ എന്താണെന്ന് ആദ്യം പഠിക്കണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എന്നും എല്ലാ കാര്യവും തുറന്നു പറയുക തന്റെ സ്വഭാവമാണെന്നും എല്ലാം വളച്ചൊടിക്കാൻ നിൽക്കേണ്ടെന്നും സുരേഷ് ഗോപി മുന്നറിയിപ്പ് നൽകി. സി സദാനന്ദനെ MP ആയി വിലസാൻ അനുവദിക്കില്ലെന്ന CPM നേതാവ് MV ജയരാജന്റെ പരാമർശത്തിനും സുരേഷ് ഗോപി MP മറുപടി നൽകി. സി സദാനന്ദന്റെ പാർലമെന്റ് അംഗത്വം കണ്ണൂരിലെ ജയരാജന്മാരിൽ അങ്കലാപ്പുണ്ടാക്കിയെന്നും കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിതെന്നുമായിരുന്നു ആ പഴയ നിങ്ങൾക്കുമാകാം കോടീശ്വരന്റെ മറുപടി. സി സദാനന്ദൻ MPയുടെ ഓഫീസ് ഉടനൊരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസായി മാറട്ടെയെന്നും തന്നെ ഒഴിവാക്കി സി സദാനന്ദൻ MPയെ കേന്ദ്രമന്ത്രിയാക്കിയാൽ സന്തോഷമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എങ്കിലും മലയാളിയുടെ മനസ്സിൽ നിന്നും മഴ നനഞ്ഞു പോകാത്ത ഒരു ചിത്രമുണ്ട്. സിനിമകളിൽ മാത്രം കണ്ടുപരിചയിച്ച കുപിത നായകന്റെ മറ്റൊരു പരിവേഷമായി അയാൾ ചെയ്ത നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടി മാറി. കേവലം ഒരു ഡീൽ ഓർ നോ ഡീലിനുമപ്പുറം പല പാവങ്ങളുടെയും കണ്ണീരപ്പാനുള്ള തന്റെ പ്രൈവറ്റ് അക്കൗണ്ടിന്റെ പാസ്വേഡ് അയാൾ തുറന്നു. കണ്ണീരിന്റെ കടൽ കടന്നെത്തിയവർ പുഞ്ചിരിയുടെ പൂപ്പാടങ്ങളെ സ്വപ്നം കണ്ടു. സുരേഷ് ഗോപി ആ സ്വപ്നയാത്രയുടെ കാവൽക്കാരനായി. പൊട്ടിത്തെറിയുടെ അതരങ്ങൾക്കുമപ്പുറം ആർദ്രതയുടെ ഉറവുകൾ വറ്റാത്ത ഹൃദയം തനിക്ക് ബാക്കിയുണ്ടെന്ന് അയാൾ ആ പരിപാടിയിലൂടെ നിരന്തരം ഓർമ്മപ്പെടുത്തി. ദരിദ്രന്റെ ആമാശയത്തിൽ എങ്ങനെയൊരു ചോറ് പറ്റെങ്കിലും നിറയ്ക്കാമെന്ന് അന്ന് അദ്ദേഹം തുടർച്ചയായി ആലോചിച്ചിരുന്നിട്ടുണ്ടാകാം. മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ആ മുഖത്തിന് രാഷ്ട്രീയ രംഗപ്രവേശം ഒരൽപ്പം പകിട്ടുകുറച്ചോ എന്നൊരു സംശയം മാത്രമാണ് ഇപ്പോൾ മലയാളിയുടെ മനസ്സിൽ. ഭരചന്ദ്രനായും കുട്ടപ്പായിയായും ഗംഗയുടെ പ്രിയപ്പെട്ട നകുലനായും കണ്ണൻ പെരുമലയനായും അരങ്ങ് തകർത്ത പ്രക്ഷുബ്ധ നായകന്റെ രാഷ്ട്രീയ ജീവിതം വാക്പിഴയുടെ ജിഹ്വാഷാളനങ്ങളാൽ നിറമങ്ങുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.